ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവസ്നേഹത്തിൻ്റെ ആഴം അനുഭവിച്ചറിയാൻ, സ്നേഹിച്ചു മാത്രം കടന്നുപോയവൻ്റെ കാൽവരി യാത്രയിൽ കുരിശിൽ തൂങ്ങിയവൻ്റെ വേദനയുടെ ഓർമ്മകളിലൂടെ ഒരിക്കൽ കൂടി കടന്നു പോകുവാൻ ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും ഉപകരണമാക്കി നല്ല സമരിയാക്കാരനെ പോലെ അപരൻ്റെ വേദനകളിൽ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ തന്നെ അഗ്നിശോധന നടത്തി ആത്മാവിൻ്റെ ശക്തിയാൽ പുതിയ സൃഷ്ടിയായി മാറ്റാൻ പാപത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും ഒഴിവാക്കി ദൈവസ്നേഹം കൂടുതലായി അനുഭവിക്കാൻ ഈ 40 ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് പ്രധാനമായും നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത് തീ അല്ലെങ്കിൽ അഗ്നിക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്നാണ്. ആദ്യമായ അഗ്നി പരിവർത്തനത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതമാണ് മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത്. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനെതിരായി ജീവിതം നയിച്ചുകൊണ്ടിരുന്ന പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് അഗ്നിയായി അല്ലെങ്കിൽ പ്രകാശമായി യേശുക്രിസ്തു കടന്നു ചെന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മനപരിവർത്തനം നമുക്കൊരു സാക്ഷ്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ തീ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് പാപങ്ങളുടെ ശുദ്ധീകരണത്തെയും ആത്മാവിൻ്റെ ശുദ്ധീകരണത്തെയും പ്രതിനിധീകരിക്കുന്നു. തീ ബൈബിളിൽ ദൈവിക സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമാണ്. നമ്മുടെ ദുർബലതയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ, അവിടുത്തെ കാരുണ്യം, അവിടുത്തെ കരുതൽ, അവിടുന്ന് നമ്മെ എങ്ങനെ ശക്തിപ്പെടുത്തുന്നു, നമ്മെ എങ്ങനെ ആത്മീയമായി വളർത്തുന്നു എന്ന് പുറപ്പാട് പുസ്തകം 3:2-5 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മുൾപ്പടപ്പിൻ്റെ രൂപത്തിൽ മോശ ദൈവത്തെ കണ്ടുമുട്ടുന്നു. അവിടെ കർത്താവിൻ്റെ ദൂതൻ ഒരു മുൾപ്പടപ്പിനുള്ളിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷപ്പെട്ടു. മുൾപ്പടപ്പിന് തീ പിടിച്ചെങ്കിലും അത് കത്തുന്നില്ലെന്ന് മോശ കണ്ടു. ഞാൻ പോയി വിചിത്രമായ കാഴ്ച കാണും. എന്തുകൊണ്ടാണ് മുൾപ്പടർപ്പ് കരിഞ്ഞു പോകാത്തത്? അവൻ നോക്കാൻ പോയത് കർത്താവ് കണ്ടപ്പോൾ ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. അവൻ പറഞ്ഞു, ഇതാ ഞാൻ. അടുത്തു വരരുത്, നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അതുപോലെ തീ പരിശുദ്ധാത്മാവിലുള്ള പരിവർത്തനത്തെയും ശാന്തീകരണത്തെയും പ്രതീകപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവർത്തനം 2:3-4 പറയുന്നു, അഗ്നിജ്വാലകൾ പോലെയുള്ള നാവ് തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരെ മുഴുവനായുള്ള പരിവർത്തനത്തിലേക്ക് നയിച്ചു. അവർ ജീവൻ തന്നെ ക്രിസ്തുവിനായി സമർപ്പിക്കുന്നു. പിന്നെയോ തീ ദൈവരാജ്യത്തിലുള്ള തീഷ്ണതയോടും അഭിനിവേശത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു. റോമർ 12:11 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒരിക്കലും തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ സേവിച്ചുകൊണ്ട് ആത്മീയ തീഷ്ണത നിലനിർത്താൻ വിശ്വാസികളെ പൗലോസ് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ നോയമ്പുകാലം ആത്മീയ തീഷ്ണത നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ്. ക്രൂശിതനായവൻ്റെ കുരിശോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ ശക്തി ആത്മാവിൽ ആവഹിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഓരോ ദിനവും ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നാം എല്ലാവരും. അൾത്താരയിൽ കത്തി നിൽക്കുന്ന മെഴുകുതിരികൾ നമ്മുടെ ഉള്ളിലെ അന്ധകാരത്തെ നീക്കം ചെയ്തുകൊണ്ട് പ്രകാശമായി കടന്നു വരുന്നവനാണ് ക്രിസ്തു. യോഹന്നാൻ 8:12 യേശു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കുന്നു. യേശുവാകുന്ന പ്രകാശം വേണ്ടെന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ക്രിസ്തുവാകുന്ന പ്രകാശം തീയായി അഗ്നിയായി പ്രവേശിക്കാൻ നമ്മുടെ ഹൃദയകവാടങ്ങളെ തുറന്നിടേണ്ട ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് അഗ്നിയായി വന്നവനെ, തീനാളങ്ങളായി വന്നവനെ, പരിവർത്തനം നടത്തി പരിപാവനമാക്കുന്നവനോട് യാചിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ, മാതാപിതാക്കളെ, വൈദികരെ, സന്യസ്തരെ അങ്ങേ പരിശുദ്ധാത്മാവുന്ന അഗ്നിയാൽ വിശുദ്ധീകരിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരാക്കി തീർക്കണമേ. ആമേൻ.